എനിക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടുകൂടി കാണാൻ കഴിഞ്ഞ കാര്യം അവിടെ നടന്ന തീവെട്ടിക്കൊള്ള കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. ഇവിടെ നടന്നുള്ള 2019 നടന്നതും അതിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള സംഭവമൊക്കെ മൂടി വെച്ച് ഇങ്ങനെ പോവുകയായിരുന്നല്ലോ. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വരാനൊരു അവസരം ഉണ്ടാക്കിയത് ആഗോള അയ്യപ്പ സംഘമാണ്. ഈ ആഗോള അയ്യപ്പ സംഘം വന്നപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളെ ഇത് തൊടിച്ചില്ല. അപ്പോൾ അവിടുത്തെ ഈ മുൻപ് ഉണ്ടായിരുന്ന കുറേയേറെ ആളുകൾ ഈ പല രൂപത്തിൽ ഇത്തരത്തിലുള്ള അവിടെ ഇടുന്ന ഇടനിലക്കാരായി നിന്നിട്ടുള്ള കുറേ ആളുകൾ ഇവരെ ഒന്നും ഉൾപ്പെടുത്താതെയായിരുന്നു അവർ ഇപ്പോഴത്തെ ബോർഡ് അത് സംഘടിപ്പിച്ചത്. അതിൽ ബാക്കി എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്തു കൊടുത്തു നമ്മൾ കൂടെ നിന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടി 2025 സെപ്റ്റംബർ മാസം 20-നാണ് ഈ അയ്യപ്പ സംഗമം നടന്നത്. സെപ്റ്റംബർ 17-നാണ് 3 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. ഈ പാളി കാണാനില്ലെന്ന് പറയുന്നു. പീഠം കാണാനില്ല. അപ്പോൾ 19-ാം തീയതി അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇയാളിത് കാണാനില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അടിയന്തര പ്രമേയം. അപ്പോൾ ഈ ഇതിൻ്റെ ശോഭ കെടുത്തി കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഏതായാലും ഇത് കോടതിയുടെ മുമ്പിൽ വിജിലൻസ് റിപ്പോർട്ടായിട്ട് കോഴിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ രൂപത്തിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് 28-ാം തീയതി എത്തിയപ്പോഴേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെടുക്കുന്നു ദേവസ്വം വിജിലൻസ്. അങ്ങനെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് അയാൾ വീട്ടിൽ കൊണ്ടുവച്ച് മറച്ചു വെച്ചിട്ട് അയാൾ വേറൊരാൾ കൊടുത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ടവൻ മിനിസ്റ്റർ അവിടെ ഒരു സംശയം എന്താ, അത് വേണമെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാം. കാരണം എന്താ, ഇയാളുടെ ഈ പെറ്റീഷൻ കളവാണ് എന്ന് പറയുന്നതോടെ ആ അന്വേഷണം തീർന്നു. പക്ഷേ പിന്നീട് കേരളം കണ്ടത് അതല്ല, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞാനതാ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ സംഭവം കണ്ട ഉടൻ തന്നെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞു, കോടതിയുടെ മുമ്പിൽ ഗവൺമെൻറ് അഭിപ്രായം കൊടുക്കണം, സമഗ്രമായ അന്വേഷണം ഇതിനെക്കുറിച്ച് വേണം. ആ വേണം എന്ന് പറഞ്ഞ് ഞാൻ 3 നിർദ്ദേശം വെച്ചു. ഒന്നുകിൽ ലോക്കൽ പോലീസിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലെ ഉന്നതന്മാരായ പോലീസുകാരുടെ ഒരു SIT, അതല്ലെങ്കിൽ വിജിലൻസിലെ ഒരു ഉന്നതന്മാരുടെ SIT. ഈ രൂപത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നൊരു എഴുതി കൊടുക്കാനായിട്ട് പ്രസിഡന്റ് കൊടുത്തിട്ട് അങ്ങനെ എഴുതി കൊടുത്തു കോടതിക്ക്. കോടതി അതനുസരിച്ച് തന്നെ നല്ല നിലപാട് സ്വീകരിച്ചു. അപ്പോഴേക്ക് ദേവസ്വം വിജിലൻസാണ് ഇത് കണ്ടെത്തി ഈ റിപ്പോർട്ട് ആദ്യത്തെ രൂപത്തിൽ കൊടുത്തത്. അപ്പോൾ വിജിലൻസിനോട് ബാക്കി റിപ്പോർട്ടോട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ കുറേയേറെ ക്രമക്കേടും തട്ടിപ്പുകളും കണ്ടു. ഈ സ്വർണം കൊണ്ടുപോയ മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് SIT നിയോഗിച്ചു. SIT നിയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന താരം രംഗത്ത് വന്നു. അയാളാണല്ലോ ആദ്യത്തെ സ്വർണ്ണപ്പാളിയൊക്കെ ആയിട്ട് വന്നത്. അപ്പോഴേക്കും ഓരോന്നോരോന്ന് പുറത്ത് വന്നു. മറ്റു കാര്യങ്ങൾ ഓരോന്നോരോന്ന് അന്വേഷിച്ച് പുറത്തോട്ട് എത്തി. ഇനിയും ഇപ്പോൾ സ്വർണ്ണ കൊടിമരത്തിൻ്റെ വരെ നിൽക്കുക. കൊടിമരത്തിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഒരു കോൺക്രീറ്റ് ചെയ്ത കൊടിമരം എങ്ങനെ ചെതൽ പിടിക്കുന്നു? അതാണ് റിപ്പോർട്ട്. ഒരു മെർക്കുറി പൂജ നടന്നു എന്നാണ് പറയുന്നത്. അതെ, കോൺക്രീറ്റിനെ ദുർബലപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും എല്ലായ്പ്പോഴും പറയുന്നത്, ആരായിരുന്നാലും X or Y, ഇതാ ഞാൻ പറഞ്ഞത്, ഈ SIT സമഗ്ര അന്വേഷണം നടത്തി ആരായാലും നിയമത്തിൻ്റെ ദൃഷ്ടി കൊണ്ടുവരണം.